guys, welcome back to our channel. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ട് കേക്ക് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണും, അതും കൂടി നിൽക്കിയിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങില്ല കേട്ടോ. വീട്ടിലുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ കുറച്ച് ജെറീസും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മതി. എന്നാലും നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കേക്കിന് കിട്ടണതാട്ടോ. അപ്പോൾ അതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു 2-3 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 100 ഗ്രാം ബട്ടറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാക്കണം, നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒരു കേക്കിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ട്രേയിൽ നെയ്യൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ നമുക്ക് നല്ലോണം ഒന്ന് ഒരു സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചോ നല്ലോണം ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വലിയൊരു പാത്രം എടുക്കാം. പാത്രം എടുത്തത് നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം ചെറിയൊരു പാത്രം കൂടി അതിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ട്രേ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 40 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിത് ഓവനിലല്ല നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 40 മിനിറ്റിന് ശേഷം ഇതാക്കണം, നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.